പ്രൈസ് ദ ലോർഡ്. യേശുവേ നന്ദി. കൃപാസനത്തിൻ നാഥിയെ നിനക്ക് സ്തുതി. ഞാൻ ആലപ്പുഴ തത്തമ്പള്ളിയിൽ നിന്ന് വരുന്നു. ഞാൻ കുടുംബമായി ദുബായിലാണ് താമസിക്കുന്നത്. കഴിഞ്ഞ 17 വർഷമായിട്ട് അവിടെയാണ്. ഞാനൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ സ്റ്റാഫ് നേഴ്സായിട്ട് വർക്ക് ചെയ്തു വരികയായിരുന്നു. 2013 ഭയങ്കരമായ ഇടയ്ക്കിടയ്ക്ക് ഷോൾഡർ പെയിൻ വരും. പക്ഷേ 2013 ആയപ്പോൾ എൻ്റെ വേദന അതികഠിനമാവുകയും ഞാൻ ജോലിയിൽ നിന്ന് റിസൈൻ ചെയ്ത് വീട്ടിലിരുന്നു. ഹസ്ബൻഡാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നത്. അങ്ങനെ ഞാൻ വീട്ടിലിരുന്ന സമയത്ത് ഹസ്ബൻഡിന് കുറച്ചുകൂടെ സമയം ലഭിച്ചു. അങ്ങനെ പുള്ളി ഒരു ബിസിനസ്സിലേക്ക് ജോലിയുടെ ഒപ്പം ഒരു ബിസിനസ്സും നടത്തി. അത് കുറച്ച് ദിവസം കഴിഞ്ഞ് കുറച്ച് നാളുകൾക്ക് ശേഷം എൻ്റെ ഹസ്ബൻഡ് അത് വേറൊരാളെ ഏൽപ്പിച്ചു. ആ പുള്ളി ജോലിയില്ലാതെ നിൽക്കുകയായിരുന്നു. അങ്ങനെ പുള്ളിയെ ഏൽപ്പിച്ച് കുറച്ച് നാൾക്ക് ശേഷം ആ ബിസിനസ് നഷ്ടത്തിലേക്കായി. ഒരുപാട് കടബാധ്യതകൾ വന്നു. ഞാൻ ആ സമയത്ത് എൻ്റെ ജോലിയിൽ തിരിച്ച് പ്രവേശിക്കാനായിട്ട് ഞാൻ ഗവൺമെൻറ് ഓഫീസിൽ ചെന്നു. കാരണം ഞാൻ ജോലി റിസൈൻ ചെയ്തപ്പോൾ അവർ എന്നോട് പറഞ്ഞത് എപ്പോൾ വന്നാലും നിന്നെ ഞങ്ങൾ തിരിച്ചെടുക്കുമെന്നാണ്. പക്ഷെ ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ ആകെ വിഷമിച്ചു പോയി. കാരണം അന്നത്തെ നിയമങ്ങളൊന്നുമല്ല. അന്നേരം ഞാൻ ജോലി റിസൈൻ ചെയ്തിട്ട് 4 വർഷമായി. ഇത് 5ാമത്തെ വർഷമാണ്. നീ ഓൾറെഡി ജോലി ഇല്ലാതിരുന്നിട്ട് 4 വർഷമായി. ഇവിടുത്തെ നിയമങ്ങളൊക്കെ മാറി. ഹോസ്പിറ്റലിനൊന്നും ചെയ്യാൻ പറ്റില്ല. ഇത് ഇപ്പോൾ ലൈസൻസിങ് ഏജൻസി വഴി മാത്രമേ നിന്നെ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിൻ്റെ ലൈസൻസിന് ഇപ്പോൾ വാലിഡിറ്റി ഇല്ല എന്ന് പറഞ്ഞു. ഞാൻ വളരെയധികം മനോവിഷമത്തോടെ വീട്ടിലേക്ക് പോയി. ഓൾറെഡി സാമ്പത്തിക ബാധ്യതകൾ ഞങ്ങളെ ഉണ്ടായി. അതിൻ്റെ കൂടെ എൻ്റെ ഭർത്താവിനെ എനിക്ക് സഹായിക്കാൻ പറ്റുന്നില്ല. ഇനി എന്നെക്കൊണ്ട് ഒന്നിനും കൊള്ളില്ല. എൻ്റെ കുടുംബത്തെ എനിക്ക് സഹായിക്കാൻ പറ്റുന്നില്ല എന്നുള്ള വിശ്വാസത്താൽ ഞാൻ കഠിനമായ നൈരാശ്യത്തിലും വിഷാദത്തിലേക്കും വീണുപോയി. 1 വർഷം എൻ്റെ വീട്ടിൻ്റെ മുറിയിൽ നിന്നിറങ്ങാതെ, വെളിയിലുള്ളവരെ കാണാതെ, ഫോണിൽ സംസാരിക്കാതെ ഞാൻ എൻ്റെ മുറിയിൽ മാത്രം കഴിഞ്ഞുകൂടി. എൻ്റെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഓടി വരും. അവരെന്നോട് ഒരുപാട് സംസാരിക്കും, എന്നെ കെട്ടിപ്പിടിക്കും. എൻ്റെ ഭർത്താവ് എന്നെ ഏതൊക്കെ വിധത്തിൽ സന്തോഷിപ്പിക്കാമെന്ന് വിചാരിച്ചു. അതൊന്നും നടക്കാതെ പുള്ളിയും ഒരുപാട് പ്രാർത്ഥനകളിലേക്ക് മുഴുകി. പക്ഷെ 1 വർഷമായിട്ടും എന്നിൽ ഒരു മാറ്റവും കണ്ടില്ല. കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുമ്പ് എൻ്റെ സഹോദരിയുടെ മകൻ ദുബായിലേക്ക് വന്നു. എൻ്റെ സഹോദരിയുടെ മകൾ അവിടെയുണ്ട്. ഒരാഴ്ച അവളുടെ കൂടെ നിന്നതിന് ശേഷം എൻ്റെ അടുത്തേക്ക് അവൻ വന്നു. അങ്ങനെ അവൻ വന്നപ്പോൾ അവൻ്റെ ബാഗ് ഞാൻ തുറന്നു നോക്കി. അവൻ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ മാറ്റിയ കൂട്ടത്തിൽ കൃപാസനത്തിലെ അമ്മയുടെ അടുത്ത് ഓരോരുത്തരും പറഞ്ഞ സാക്ഷ്യങ്ങൾ അടങ്ങിയ പത്രം ഞാനത് ആദ്യം കാണുകയാണ്. അവൻ പറഞ്ഞു, ആൻറ്റി ഞാൻ ഒരുപാട് പത്രം കൊണ്ടുവന്നു, പക്ഷേ ആകെ 2 പേജ് മാത്രമേ ഉള്ളൂ മിച്ചം. ഞാൻ എന്ത് ചെയ്തു, ഇതെന്താണെന്ന് എനിക്കറിയില്ല. അവനോട് പറഞ്ഞു, എനിക്കിതിൽ ഒരു പേപ്പർ വേണം. ഞാനത് 2ആയി കീറി ഒരു പേപ്പർ അവൻ്റെ ബാഗിൽ വെച്ചിട്ട് ഒരെണ്ണം ഞാൻ വായിക്കാൻ തുടങ്ങി. എനിക്ക് പറയാനറിയാൻ പാടില്ലാത്ത ഒരു സന്തോഷത്തോടെ ഞാൻ ചാടി എഴുന്നേറ്റു. എൻ്റെ കട്ടിലിൽ നിന്ന് ഞാനത് വായിച്ചു കൊണ്ടേയിരുന്നു. അത് വായിച്ചപ്പോൾ എനിക്കുണ്ടായ സന്തോഷം ഞാൻ പതുക്കെ എൻ്റെ കൂട്ടുകാരോട് പറയാം. ഒരിക്കലും ഫോൺ എടുക്കാതിരുന്ന ഞാൻ എൻ്റെ കൂട്ടുകാരെ വിളിക്കാൻ തുടങ്ങി. ഞാൻ ഈ പത്രത്തെക്കുറിച്ച് പറഞ്ഞു. അവർ വാട്സപ്പിൽ വന്ന് കൂട്ടമായി എൻ്റെ 60 സഹപാഠികൾ, അത് 20 വർഷം മുമ്പ് ഞങ്ങൾ പഠിച്ചിറങ്ങിയ സഹപാഠികൾ വാട്സപ്പിൽ വന്ന് ഞങ്ങൾ കൂട്ടമായി അവർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. പതുക്കെ എൻ്റെ സങ്കടങ്ങളെല്ലാം മാറി. പിന്നെ കഴിഞ്ഞ ആഴ്ച ഒരു ചൊവ്വാഴ്ച, ഈസ്റ്ററിന് മുമ്പുള്ള ചൊവ്വാഴ്ച ഹസ്ബൻഡ് വീട്ടിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ അച്ചാച്ചൻ്റെ അമ്മച്ചിയുടെ അടുത്ത് പോകണം പെസഹ വ്യാഴാഴ്ച. ഹസ്ബൻഡ് അതിശയിച്ചു പോയി. വീട്ടിൽ നിന്ന് ഇറങ്ങാത്ത ഇവൾ എങ്ങനെയാണ് നാട്ടിലേക്ക് പോകുന്നത്, എങ്ങനെയാണ് ഇത്രയും പെട്ടെന്ന് മാറിയതെന്ന് പുള്ളി അത്ഭുതപ്പെട്ടു പോയി. എനിവേ പുള്ളി ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഞാൻ ബുധനാഴ്ച രാവിലെ ഇവിടെ വന്നു. പെസഹ വ്യാഴാഴ്ച ഞങ്ങൾ സഹോദരങ്ങളും എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും കൂടെ ഞങ്ങൾ പെസഹ ആചരിച്ചു. എൻ്റെ കുടുംബത്തിന് വിശ്വസിക്കാൻ പറ്റിയില്ല. 1 വർഷമായി കഠിനമായി സങ്കടത്തിലായി, ആരോടും മിണ്ടാതെ ഫോണിൽ സംസാരിക്കാതിരുന്ന ആള് പെട്ടെന്നൊരു ദിവസം ലാൻഡ് ചെയ്യുന്നു, എല്ലാവരോടും സംസാരിക്കുന്നു, സന്തോഷിക്കുന്നു. അങ്ങനെ ഇരുന്ന സമയത്ത് എൻ്റെ അമ്മ പറഞ്ഞു, നീ എവിടെയും പോകണ്ട, ഉള്ള ദിവസം ഞാൻ ഈസ്റ്റർ സൺഡേ തിരിച്ചു പോകാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഈസ്റ്റർ ഇവിടെ കൂടിയ ശേഷം തിരിച്ചു പോകാൻ. എങ്ങും പോകരുത്, നീ കൃപാസനത്തിലേക്ക് പോകുക. അപ്പനും അമ്മയും സുഖമില്ലാതിരിക്കുകയാണ്. അപ്പോൾ ആരും എൻ്റെ കൂടെ ഇങ്ങോട്ട് വരാനില്ല. ഞാൻ ശനിയാഴ്ച രാവിലെ ഒരു ഓട്ടോ പിടിച്ച് ഇവിടെ വന്നു. അപ്പം ഞാൻ ഇങ്ങോട്ട് പോകുന്ന വഴി എന്നോട് എല്ലാവരും പറഞ്ഞു, ഈസ്റ്റർ സാറ്റർഡേ ആണ്, അവിടെ സ്റ്റാഫ് ഒന്നും കാണത്തില്ല.
ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ ഇവിടെ തന്നെയുണ്ട്, എങ്ങും പോകത്തില്ല, എനിക്ക് എൻ്റെ അമ്മയുടെ അടുത്തോട്ട് മാത്രം പോയാൽ മതി. ഞാനിവിടെ വന്ന് മുട്ടുകുത്തി ഒരുപാട് നേരം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ ഉടമ്പടി പ്രാർത്ഥനയെന്ന് എഴുതി വെച്ചിരിക്കുന്നതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഞാൻ അവിടെ ചെന്ന് ചോദിച്ചു ഇതെന്താണ്. അപ്പോഴെനിക്ക് പറഞ്ഞു തന്നു ഉടമ്പടി കൊണ്ട് എങ്ങനെയാണ് ഉടമ്പടി എടുക്കുന്നത്, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു തന്നു. അങ്ങനെ ഞാൻ ഉടമ്പടി പ്രാർത്ഥന അവിടെ വെച്ച് എഴുതി. മാത്രമല്ല എനിക്ക് പെട്ടെന്ന് തിരിച്ചു പോകേണ്ടതുകൊണ്ട് പ്രേക്ഷിത പ്രവർത്തനത്തിനായി ഞാൻ 2000 രൂപയുടെ പത്രം വാങ്ങിച്ചു. അങ്ങനെ പിറ്റേ ദിവസം എനിക്ക് അച്ഛനെ കാണാനുള്ള സൗകര്യം കിട്ടി. ഞാൻ ഇവിടെ വന്നു, തിങ്കളാഴ്ച ഇവിടെ വന്നു, അച്ഛനെ കാണാൻ സൗകര്യം കിട്ടി. അച്ഛനെ കണ്ട് അച്ഛൻ എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ഞാൻ എൻ്റെ സാമ്പത്തിക തകർച്ചകളെക്കുറിച്ചും എൻ്റെ വിഷമങ്ങളെക്കുറിച്ചും പറഞ്ഞു. അച്ഛൻ ഈ ക്രൂശിത രൂപത്തിൻ്റെ മുമ്പിൽ എന്നെ നിർത്തി തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. എൻ്റെ എല്ലാ വേദനകളും എൻ്റെ സങ്കടങ്ങളും മാറി. അങ്ങനെ എൻ്റെ വിഷമങ്ങൾ മാറിയ വിവരം ഞാൻ എൻ്റെ ഭർത്താവിനെ അറിയിച്ചു. ഒന്ന് മാത്രമല്ല, ഞാൻ ഇവിടെ ഉടമ്പടി ശനിയാഴ്ച എടുത്തു. ഞായറാഴ്ച എൻ്റെ ഭർത്താവ് എന്നെ ഫോണിൽ വിളിച്ചു പറഞ്ഞു പുള്ളി ഒരു ഓയിൽ കമ്പനിയിലെ സൂപ്പർവൈസറായിട്ട് ജോലി ചെയ്യുകയാണ്. ഒരു പ്രൊമോഷൻ കിട്ടി, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു പ്രൊമോഷൻ. അത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കമ്പനിയിൽ ഒരുപാട് പേരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്ന സമയം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു അത്ഭുതം. പുള്ളിക്ക് പ്രമോഷനോടുകൂടി ഒരു ശമ്പള വർധനയോടുകൂടി ഒരു സ്ഥാനക്കയറ്റം. ഞാൻ ദൈവത്തെ സ്തുതിച്ചു. അച്ഛനോട് വന്ന് ഞാൻ കാര്യം പറഞ്ഞു. അച്ഛൻ പറഞ്ഞു നീ സാക്ഷ്യം പറയണം. അങ്ങനെ ഞാൻ ഇന്നത്തേക്ക് കൂടി എൻ്റെ ടിക്കറ്റ് നീട്ടി. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പിന്നീട് ഞങ്ങളൊരു വീട് വെക്കാനും കുട്ടികളെ പഠിപ്പിക്കാനുമായിട്ട് കുറച്ച് പൈസ സമ്പാദിച്ചു വെച്ചിരുന്നു. പക്ഷെ മറ്റുള്ളവർ പല ആവശ്യങ്ങളുമായിട്ട് വന്നപ്പോൾ ഞങ്ങൾ ഈ കാശ് കൊടുക്കുകയും ഞങ്ങൾക്ക് കാശ് തിരിച്ചു കിട്ടാത്ത ഒരവസ്ഥയും വന്നു. പക്ഷെ എന്നോട് എൻ്റെ ഭർത്താവ് പറഞ്ഞു നിരാശപ്പെടേണ്ട, നമ്മുടെ കുഞ്ഞുങ്ങൾക്കും നമ്മുടെ വീടിനും ദൈവം നമുക്ക് ഒരു കാരണം കണ്ടെത്തും, ഒരു നിമിത്തം കണ്ടെത്തും. അതിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അങ്ങനെ എൻ്റെ മകൾ 10ാം ക്ലാസ് മുതൽ 11ാം ക്ലാസ്സിലും സ്കൂൾ ടോപ്പറായിരുന്നു. അവൾ എന്നോട് പറയുന്നു എനിക്കറിയാം എൻ്റെ ദൈവം എന്നെ 12ാം ക്ലാസ്സിലും സ്കൂൾ ടോപ്പറാക്കും. മമ്മിയും പപ്പായും ഒരു പൈസ പോലും മുടക്കാതെ ഞാൻ വിദേശത്ത് പോയി പടക്കും. അതിന് എൻ്റെ മാതാവ് എൻ്റെ കുഞ്ഞിനെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുമാത്രമല്ല, ഞാൻ ഈ പ്രേക്ഷിത പ്രവർത്തനം കുറേ നടത്തി. ബാക്കി വന്ന പേപ്പർ എൻ്റെ കയ്യിലുണ്ട്. അപ്പം ഞാനിത് എങ്ങനെ കൊണ്ടുപോകുമെന്ന് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നെ വിളിച്ചു പറഞ്ഞു ഞാൻ ടിക്കറ്റ് മാറ്റിയപ്പോൾ 10 കിലോയും കൂടെ വെയിറ്റ് കൊണ്ടുപോകാൻ നിനക്ക് സാധിക്കും. ഞാൻ എൻ്റെ മാതാവിനെ വീണ്ടും സ്തുതിച്ചു. ഞാൻ ആദ്യം എൻ്റെ പെട്ടിയിൽ ഈ പത്രം എടുത്തു വെച്ചു. ഞാൻ ഇന്ന് തിരിച്ചറിയുന്നു ആ പെട്ടിയിൽ വെറും പത്രമല്ല, പിന്നെയോ എൻ്റെ മാതാവ് എൻ്റെ കുടുംബത്തിന് വേണ്ടി നൽകാൻ സൂക്ഷിച്ചിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ കൂമ്പാരമാണത്. അത് ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പം ഞാൻ എവിടെയായിരിക്കുന്നു അവിടെയും ഞാൻ മറ്റുള്ളവരുമായി പങ്കിട്ട് എൻ്റെ മാതാവിനോട് കൂടുതൽ സ്തുതിച്ച് എൻ്റെ എല്ലാ തകർച്ചകളിലും ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ തകർച്ചകൾ നമ്മളെ തകർക്കുവാനല്ല, പിന്നെയോ നമ്മളെ ദൈവത്തോട് അടുപ്പിക്കുവാനും മാതാവിനോട് പ്രാർത്ഥിക്കുന്നവരോട് അവിടുത്തെ മധ്യസ്ഥം വഴി അവിടുന്ന് തൻ്റെ തിരുക്കുമാരൻ വഴി എല്ലാ ആവശ്യങ്ങളും നടത്തി തരും. എനിക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാ സഹോദരും ആരെങ്കിലും എന്നെപ്പോലെ വേദനയിൽ കൂടി കടന്നുപോയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നു ഈ നിമിഷം നിങ്ങൾ മാതാവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കാൻ മാതാവ് തൻ്റെ തിരുക്കുമാരൻ വഴി എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നേടിത്തരും. നിരാശപ്പെടാതെ മുന്നോട്ട് പോവുക.